നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വേനൽക്കാലമാണ്, അതിഭീകരമായ ചൂടാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വെള്ളം, എന്തൊക്കെ ജ്യൂസസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം, ഉള്ളിലുണ്ടാവുന്നത് ചൂട് കൂടുമ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാം എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഏതൊക്കെ വെള്ളം, പ്രധാനമായിട്ടും കുടിവെള്ളം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. കരിങ്ങാലി വെള്ളം, ജീരക വെള്ളമൊക്കെ തിളപ്പിച്ച് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾ സമ്മർ സീസണിലല്ലേ, വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വെള്ളം എന്നുള്ളത് ഞെരിഞ്ഞിലിൻ്റെ വെള്ളമാണ്. ഞെരിഞ്ഞിൽ പൊടി രൂപത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കായയുടെ രൂപത്തിലോ, മുള്ളു പോലെയുള്ള കായയുടെ രൂപത്തിലോ നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. കായയുടെ രൂപത്തിലാണ് ലഭിക്കുന്നതെങ്കിൽ ചതച്ചിട്ടോ പൊടിച്ചിട്ടോ നമുക്ക് വെള്ളം വെന്തെടുക്കാം. അതുപോലെ തന്നെ പൊടിയായിട്ട് ലഭിക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ പൊടി ഒരു വീട്ടിലെ ആൾക്കാർക്ക് കുടിക്കാനുള്ള വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെക്കാം എന്നുള്ളതാണ്. അത് അരിക്കൊന്നും വേണ്ട, അത് കഴിക്കാം. അതുപോലെ തന്നെ ബാർലി അരി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബാർലി പൊടി ഉപയോഗിച്ചോ നിങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതാണ്. മല്ലി വെള്ളം സമ്മർ സീസണിൽ വളരെ നല്ലതാണ്. രാമച്ചത്തിൻ്റെ വേര് വെച്ചിട്ട് തിളപ്പിച്ച് ഉണ്ടാക്കിയ വെള്ളം കഴിക്കുന്നത് ശരീരത്തിൻ്റെ ചൂടും അമിതമായ വിയർപ്പും ദുർഗന്ധവും ഒക്കെ അകറ്റാൻ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരിക അല്ലെങ്കിൽ വെള്ളം, മിക്കവാറും സമ്മർ സീസണിൽ നമ്മൾ അധികം വെള്ളം കുടിച്ചില്ലെങ്കിൽ മൂത്ര സംബന്ധമായ അസുഖങ്ങളായിരിക്കും വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ കൂടെ തന്നെ തഴുതാമയുടെ വെള്ളവും കുടിക്കുന്നത് മൂത്രത്തിൽ കല്ല് വരാതിരിക്കാനും എല്ലാം നല്ലതാണ്. അതുപോലെ കല്ലൂർ വഞ്ചി എന്ന് പറയുന്ന ചെടിയുടെ പൊടി കിട്ടും. അപ്പോൾ ആ പൊടി, കല്ലൂർ വഞ്ചിപ്പൊടി ഉപയോഗിച്ചിട്ടും വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഈ മൂത്ര സംബന്ധമായിട്ടോ ശരീരത്തിൽ ചൂട് കൂടുന്നതോ വിയർപ്പിൻ്റെതായോ എല്ലാ സംഭവങ്ങളും കുറയ്ക്കും. അടുത്ത ഏറ്റവും നല്ലൊരു പാനീയം എന്ന് പറഞ്ഞാൽ സംഭാരം അല്ലെങ്കിൽ മോരാണ്. നമുക്കറിയാം, അത് തൈരല്ല, മോരാക്കി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇളനീരിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പച്ചമാങ്ങ ജ്യൂസ് നല്ലതാണ് കേട്ടോ. സമ്മറിൽ നമുക്ക് പച്ചമാങ്ങ എന്തായാലും വേനൽക്കാലത്തുള്ള സാധനം. പഴുത്ത മാങ്ങയെക്കാളും ഏറ്റവും നല്ല നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ജ്യൂസാണ്. അപ്പം തീർച്ചയായിട്ടും പിന്നെ അത് നമുക്ക് ഇച്ചിരി മാങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അധികം ചിലവില്ലാതെ നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം വാട്ടർ മെലോണിൻ്റെ ജ്യൂസും കുക്കുംബറിൻ്റെ ജ്യൂസും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ ദിവസം ഇടവിട്ട് പല പല വെള്ളങ്ങൾ കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേനൽക്കാലത്ത് ശരീരം നന്നായിട്ടിരിക്കും. സ്കിന്നിന് കേടായിയൊക്കെ പോകാനുള്ള, അതായത് സ്കിന്നിൻ്റെ ഭംഗിയും ആരോഗ്യം കുറയാനുള്ള സാധ്യതയുണ്ട് ഈ ഡ്രൈനസ് കാരണം. അതുപോലെ തന്നെ നമ്മൾക്ക് തന്നെ പ്രത്യേകമായിട്ട് ഈ ശരീരം ചൂടാവുന്നത് കൊണ്ട് മുടി കൊഴിച്ചിൽ, തലവേദന, ശരീരവേദന, ക്ഷീണം, അതുപോലത്തെ ഒത്തിരി കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാറ്റാൻ ഈ വെള്ളവും ജ്യൂസസും നിങ്ങളെ സഹായിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.